മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M1170 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ M1170 ഡ്രൈവർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ വെബ്സൈറ്റിൻ്റെ അവിടെ ജസ്റ്റ് താഴെ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡിംഗ് സെക്ഷനിലാണ് ചെന്നിട്ടുള്ളത്. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വെർഷനാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെർഷൻ ഏതാണെന്നുള്ളതാണ്. കൺഫ്യൂഷൻ വേണ്ട. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാണിച്ചു തരാം. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യട്ടെ. യെസ്, കണ്ടില്ലേ ഇവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിച്ചു കണ്ടില്ലേ. ഇങ്ങനെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിച്ചതായിരിക്കും നിങ്ങളുടെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. എന്നിട്ട് അതിന് ശേഷം ഗോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഒന്ന് വേറെ വെർഷൻ എടുത്തതിന് ശേഷം ഞാൻ അതൊന്നുകൂടി സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇവിടെ ഗോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. ആ റീലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഈ പ്രിൻ്റർ ഡ്രൈവർ എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ആ നെക്സ്റ്റ് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ഈ അക്സെപ്റ്റ് എന്നുള്ള കൊടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ആ ഫയലൊന്ന് ആ ഡൗൺലോഡിങ്ങിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം സിപ്പ് ഫയലാണ് ഉണ്ടാവുക. അത് അൺസിപ്പായിട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അത് ജസ്റ്റ് അഗ്രി എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കണക്ഷൻ മെത്തേഡ് ചോദിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. യെസ്, നമ്മൾ കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ഇത് നെറ്റ്വർക്ക് പ്രിൻ്ററാണ്. നിങ്ങൾക്ക് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് USB കണക്ഷനാണ്. അപ്പോൾ USB കണക്ഷൻ വഴിയുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് കൊടുത്തു. ഈ സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കേബിൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ USB കേബിൾ എടുത്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലും അതേപോലെ പ്രിൻ്ററിൻ്റെ USB പോർട്ടിലും കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കോൺഫിഗറേഷൻ സക്സസ്ഫുള്ളി എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തത് റെഡി ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അതിൽ പോയി കണ്ട് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൺട്രോൾ പാനലിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് വഴി പോകുന്നത്. ഇതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എൻ്റെ ലാപ്പിൽ ഞാൻ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ലിസ്റ്റ് ഓഫ് പ്രിൻറ്റേഴ്സ് കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ എത്രത്തോളം കാണിച്ചോണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കേണ്ടതില്ല. നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അൺസ്പെസിഫൈഡിലാണ് കിടക്കുന്നത്. ജസ്റ്റ് ലോഡിങ് ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആവുന്നതാണ്. മുകളിലത്തെ ഇതേപോലെ ലിസ്റ്റിൽ വന്നിട്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഫോട്ടോ അടക്കമുള്ളൊരു ഡ്രൈവറാണ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ജസ്റ്റ് റൈറ്റ് ബട്ടൺ നിൽക്കാണ്ട് അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. യെസ്, ഓക്കെ, പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്തു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത്. ട്രയൽ പേപ്പർ വെക്കുന്നു. എന്നിട്ട് ഞാൻ ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലിലോട്ട് ഒരു കമാൻഡ് പോകുന്നതാണ്. അത് നേരെ പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരും. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രിൻ്റ് ഡോക്യുമെൻ്റ് ഏകദേശം പ്രിൻ്റ് ചെയ്ത് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിശേഷം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.